നമസ്കാരം. ഇന്ന് ഞായറാഴ്ച രാവിലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉണർന്നത് കനത്ത പുകയും വിഷവാതകവും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നഗരത്തിലെ എണ്ണ ശുദ്ധീകരണശാലകൾ തകർന്നതോടെയാണ് ടെഹ്റാൻ ഇത്തരമൊരു ദുരന്തത്തിലേക്ക് നീങ്ങിയത്. സൂര്യൻ ഉദിച്ചെങ്കിലും നഗരം ഇരുട്ടിലായിരുന്നു. ആകാശം ഇരുണ്ടു മൂടിയ നിലയിലാണ്. അന്തരീക്ഷത്തിലാകെ എണ്ണ കത്തിയ മണം തങ്ങി നിൽക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആക്രമണത്തിന് പിന്നാലെ എണ്ണ കലർന്ന മഴത്തുള്ളികൾ നഗരത്തിൽ പെയ്തിറങ്ങിയത് ഭീതി പടർത്തി. ജനങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്ന് ഇറാനിലെ പരിസ്ഥിതി അധികൃതർ കർശന നിർദ്ദേശം നൽകി. എണ്ണ സംഭരണശാലകളിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് വൻതോതിൽ വിഷാംശമുള്ള ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളും സൾഫർ, നൈട്രജൻ ഓക്സൈഡുകളും അന്തരീക്ഷത്തിൽ കലർന്നതായി ഇറാനിയൻ റെഡ് ക്രസന്റ് വ്യക്തമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിൽ പെയ്യുന്ന മഴ അതീവ അപകടകരമാണ്. ഇത് ആസിഡ് മഴയ്ക്ക് തുല്യമാണെന്ന് റെഡ് ക്രസന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ മഴ ദേഹത്ത് വീണാൽ തൊലി പൊള്ളാനും ശ്വാസകോശത്തിന് ഗുരുതരമായ തകരാറുകൾ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിലെയും അൽബോർസിലെയും 4 പ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും ഒരു എണ്ണ ഉൽപ്പാദന വിതരണ കേന്ദ്രത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണത്തിൽ 4 ടാങ്കർ ഡ്രൈവർമാർ കൊല്ലപ്പെട്ടു. തലസ്ഥാന നഗരിയിലും സമീപ പ്രദേശങ്ങളിലുമായി 5 എണ്ണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. യുദ്ധത്തിൽ ഇതാദ്യമായാണ് ഒരു സിവിൽ വ്യാവസായിക കേന്ദ്രം ഇസ്രായേലിന് ലക്ഷ്യമാകുന്നതെന്നാണ് സൂചന. ഇന്ന് രാവിലെ സൂര്യപ്രകാശം പോലും പുറത്തു വരാത്ത വിധം അന്തരീക്ഷം മൂടിക്കെട്ടിയതോടെ ടെഹ്റാൻ നിവാസികൾ പകൽ വെളിച്ചത്തിലും ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടി വന്നു. എൻ്റെ അലാറം ക്ലോക്ക് കേടായെന്നാണ് ഞാൻ കരുതിയതെന്ന് 50-കാരനായ ഒരു ഡ്രൈവർ AFPയോട് പ്രതികരിച്ചു. രാവിലെ 10:30 നഗരത്തിലെ പ്രധാന പാതയായ വാലിയാസ് സ്ട്രീറ്റിലൂടെ വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് തെളിച്ചാണ് സഞ്ചരിച്ചത്. നഗരവീഥികളിൽ പ്രത്യേക കോട്ടുകളും മാസ്കുകളും ധരിച്ച് സുരക്ഷാ സേന ഗതാഗതം നിയന്ത്രിക്കുന്നത് അസാധാരണ കാഴ്ചയായി മാറി. ടെഹ്റാനിന് സമീപം തങ്ങൾ തകർത്ത എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് IDFന്റെ ആരോപണം. ഇറാനിലെ ഭീകര ഭരണകൂടം തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഈ ഇന്ധന ടാങ്കുകളെ നേരിട്ടും തുടർച്ചയായും ഉപയോഗിക്കുന്നു. സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലേക്ക് ഇന്ധനം എത്തിക്കുന്നത് ഈ സംഭരണശാലകൾ വഴിയാണെന്നും IDF പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതേസമയം പരിസ്ഥിതി നാശത്തിനപ്പുറം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന വൻ പ്രതിസന്ധിയാണ് വരാനിരിക്കുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. മധ്യേഷ്യയിലെ യുദ്ധം തുടരുന്നിടത്തോളം കാലം എണ്ണവില കുതിച്ചുയരുകയും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ എണ്ണ വിൽക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നെതന്യാഹുവിൻ്റെ ഭ്രമം കാരണം യുദ്ധം അമേരിക്കയെ മാത്രമല്ല മധ്യേഷ്യയും ലോകത്തെ മുഴുവനുമാണ് ബാധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെഹ്റാനിലെ ഇന്ധന വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഗവർണർ മുഹമ്മദ് സാദേഖ് മുഹമ്മദിയാൻ ഞായറാഴ്ച രാവിലെ അറിയിച്ചു. പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ടെഹ്റാനിലെ ഓരോ വാഹനത്തിനും 20 ലിറ്റർ ഇന്ധനം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ പെട്രോൾ പമ്പുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പല പമ്പുകളിലും 40ഓളം വാഹനങ്ങളാണ് ഇന്ധനം ലഭിക്കാനായി കാത്തുകിടന്നതെന്ന് AFP റിപ്പോർട്ട് ചെയ്തു. അതേസമയം യുദ്ധം ഗൾഫ് മേഖലയിലേക്കും പടരുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയും ബഹ്റൈനിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. കുവൈറ്റ് വിമാനത്താവളത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായും ആർക്കും കാര്യമായി പരിക്കില്ലെന്നും കുവൈറ്റ് വാർത്താ ഏജൻസി അറിയിച്ചു. സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള ഡ്രോൺ ആക്രമണമാണിതെന്ന് കുവൈറ്റ് സൈന്യം വിശേഷിപ്പിച്ചു. ബഹ്റൈനിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയവും അപലപിച്ചു. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ ഇറാൻ വിവേചനരഹിതമായ ആക്രമണം നടത്തുകയാണെന്ന് മന്ത്രാലയം ആരോപിച്ചു. നേരത്തെ തങ്ങളുടെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിനുള്ള മറുപടി എന്നോണം ബഹ്റൈനിലെ US ജുഫൈർ താവളത്തിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ജലശുദ്ധീകരണ പ്ലാന്റിലുണ്ടായ ആക്രമണം ജലവിതരണത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ നാഷണൽ കമ്മ്യൂണിക്കേഷൻ ഓഫീസ് പിന്നീട് വ്യക്തമാക്കി.